മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ ഡാമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം ഇതാ അടുത്തെത്താറായിട്ടുണ്ട്. ഈ വരുന്ന 21-നാണ്. അപ്പോൾ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, റിവിഷൻ കഴിഞ്ഞവരുണ്ടായിരിക്കും. അപ്പോൾ എന്താണേലും ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ഒന്നും അല്ല വേണ്ടത്, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളതാണ്. അതും വെറും ക്വസ്റ്റ്യൻസ് അല്ല, ഷുവർ ക്വസ്റ്റ്യൻസ് കാണുക, പരിചയപ്പെടുക, പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സൈലം +2 കൊമേഴ്സ് ചാനലിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ പബ്ലിക് എക്സാമിന്, എക്കണോമിക്സ് പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും കാണാനുണ്ട് അല്ലേ. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും കൂടി ആയിട്ട് 11 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 11 ചാപ്റ്റേഴ്സിലും ഈ ലോങ് എസ്സേയും ഷോർട്ട് എസ്സേയും ഒന്നും അല്ലാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലാണ്ടെയും ഇനിയും ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ചാപ്റ്റേഴ്സിലെയും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ കാണാൻ പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ആ ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെറും 10 അല്ലെങ്കിൽ 11 ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 50 മാർക്കാണ് സ്കോർ ചെയ്യാൻ പോകുന്നത്. ഈ വളരെ കുറച്ച് സമയം കൊണ്ട് 10-11 ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ 50 മാർക്കാണ് സ്കോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രധാനപ്പെട്ട ആ ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് മിസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ എനി 2 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി. നമുക്കറിയാം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. 3 പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. നമുക്കറിയാം, നമ്മുടെ എക്കണോമിക്ക് വാട്ട് പ്രൊഡ്യൂസ് അല്ലെ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആയതുകൊണ്ടും അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ എക്കണോമിയിൽ ഇല്ലാത്തത് കൊണ്ടും ഈ റിസോഴ്സസിനെല്ലാം ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് എന്താണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് എക്കണോമി തീരുമാനിക്കേണ്ടി വരുന്നത്. അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിനുശേഷം അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ, ഏത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണോ. ഈ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന നാഷണൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾക്ക് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, അതാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. അതാണ് നമ്മൾ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രശ്നത്തിൽ പഠിക്കുന്നത്. ലാൻഡിന് റെന്റ് കൊടുക്കുന്നു, ലേബറിന് വേജസ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് 4 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം കാണാം. മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇതിപ്പോൾ ഒരു 8 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ്. ഈ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഒരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെ 3 ഫീച്ചേഴ്സേ ഉള്ളൂ. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. പിന്നെ എന്ത് പറയാം, ഹയർ IC ആണ് ഏറ്റവും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാം. പിന്നെ 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നും പറയാം. ഈ 3 ഫീച്ചേഴ്സ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അടുത്തത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകുന്നത് എപ്പോഴായിരിക്കും, കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. അതായത് അയാൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ബണ്ടിൽ അയാളുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് വാങ്ങിക്കാൻ കഴിയുമ്പോഴാണ് അയാൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇവിടെ മാർക്ക് ചെയ്യാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡയഗ്രം ആണ്. ഇത് വരയ്ക്കാൻ നമുക്കറിയാം, ബഡ്ജറ്റ് ലൈൻ ഒരെണ്ണം വരയ്ക്കണം, അതിൻ്റെ താഴെയായിട്ട് ഒരു ഇൻഡിഫറൻസ് കർവ്, അതിനെ തൊടുന്ന പോലെ മുകളിൽ ഒരു ഇൻഡിഫറൻസ് കർവ്, ഏറ്റവും മുകളിൽ ഒരു ബന്ധമില്ലാതെ മറ്റൊരു ഇൻഡിഫറൻസ് കർവ്. ഇങ്ങനെയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഈ ഒരു ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്തതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മണി. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യാണ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. നമുക്കറിയാം 2 കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ നമുക്ക് പറയാം പൈസ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് അല്ലേ. എല്ലാവർക്കും കോമൺലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും കോമൺ മെഷർ വന്നു, അതിൻ്റെ പ്രൈസ് അല്ലേ.
പിന്നെ സെക്കൻഡറി ഫംഗ്ഷൻസിൽ പറയാം പൈസ എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ പേയ്മെന്റുകൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് ആണ്. അതുപോലെ തന്നെ പൈസ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ വാല്യൂ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫംഗ്ഷൻസ് നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. 4 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തത് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിക്കലി എക്സാമിൻ, ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഗ്രാഫിക്കലി എക്സാമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഇൻ 2 സെക്ടർ മോഡൽ ഓഫ് എൻ എക്കണോമി. ഓക്കെ, അപ്പൊ 2 സെക്ടറിൽ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം. അപ്പൊ ആ ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടാവുക, നമുക്കറിയാം. അഗ്രിഗേറ്റ് സപ്ലൈ, ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ഒരു 10 മിനിറ്റ് കൊണ്ട് അത്രയും സിമ്പിൾ ആയിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഈ ചാനലിലുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊന്ന് എടുത്ത് കാണണം കേട്ടോ. ഓക്കെ, അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. AD എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഗ്രാഫ്. അത് A ബാറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ തൊടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം, നമുക്കറിയാം. അതിന് താഴേക്ക് പോയ ഇതാണ് ഇക്വിലിബ്രിയം ഇൻകം, ഇതാണ് ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരയ്ക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കണ്ടാൽ മനസ്സിലാവാനും പറ്റണം കേട്ടോ. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? ദി ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ, അതായത് A ബാർ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ ഡയഗ്രത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഡയഗ്രത്തിൽ മാറ്റി നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇക്വിലിബ്രിയം, ഇപ്പൊ ഈ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകത്തിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മാറുന്ന സമയത്ത്, അല്ലെ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ A ബാർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ A ബാർ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഇവിടെ ഷിഫ്റ്റ് ആണ് സംഭവിക്കുക ADക്ക് എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ A ബാർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും AD മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. A ബാർ കുറയുകയാണെന്നുണ്ടെങ്കിൽ AD താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. A ബാർ കൂടുന്ന കേസിലാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, A ബാർ കുറയുന്ന കേസിലാണ് താഴോട്ടേക്ക് പോകുന്നത്. ഇതാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ADക്ക് സംഭവിക്കുന്ന ഷിഫ്റ്റും സ്വിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്? മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം 3 ഫംഗ്ഷൻസ് ഉണ്ട്. അലോക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ പബ്ലിക് ഗുഡ്സ് എല്ലാവർക്കും അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഇൻകം എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആക്കുക എന്നുള്ളതാണ്. ടാക്സ് ചുമത്തുന്നതിലൂടെയാണ് ഗവൺമെന്റ് അത് ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനിൽ എക്കണോമിയിൽ വരുന്ന എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, പ്രൈസ് ഇൻസ്റ്റെബിലിറ്റി ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ്. നമ്മുടെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്? നമുക്കുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3 സിസ്റ്റമാണ് ഉണ്ടാവുക, 3 എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഉണ്ടാവുക. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അവിടെ നമ്മുടെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ്. വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ്. ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുള്ള അതേ ഡയഗ്രാം തന്നെയാണ് ഇവിടെയും വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ഇവിടെ നമ്മുടെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, വേറെ ആർക്കും അവിടെ റോളില്ല. അപ്പോൾ അവിടെ ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ സെയിം ഡയഗ്രാം തന്നെ നിങ്ങൾ വരച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് ഗവൺമെന്റ് ഒരു റേറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മാനേജർ ഫ്ലോട്ടിങ്ങിന് രണ്ടും വരുന്നുണ്ട്. ഫ്ലെക്സിബിളും ഫിക്സഡും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഡേർട്ടി ഫ്ലോട്ടിങ് എന്നും പറയും ഈ എക്സ്ചേഞ്ച് റേറ്റിനെ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഒരു റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും. പിന്നെ അത് ഒരുപാട് കൂടാതെയും ഒരുപാട് കുറയാതെയും ആയിട്ട് ആര് കൺട്രോൾ ചെയ്യും? ഗവൺമെന്റ് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ദെൻ അടുത്ത 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദി മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ഷുഗർ 45 kg ആണ്, 45 per kg എന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് അത് ഫിക്സ് ചെയ്യുന്നു 35 ആയിട്ട്. നമുക്കറിയാം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മൂവ്മെന്റ് ഗവൺമെന്റ് എടുക്കുന്നത്. ഇതെന്ത് കോൺസെപ്റ്റാന്ന് ചോദിച്ചാൽ അത് പ്രൈസ് സീലിംഗ് ആണ്, നമുക്കറിയാം. അതിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന്റെ താഴെയായിട്ടായിരിക്കും പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് നമുക്ക് 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. റിട്ടേൺസ് ടു സ്കെയിലും അതിന്റെ സ്റ്റേജസും പറയാൻ പറയുന്നുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ഇൻപുട്ടിലുള്ള ചേഞ്ചും ഔട്ട്പുട്ടിലുള്ള ചേഞ്ചും ഒരുപോലെ ആകുന്നു. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാളും വലിയ ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നു. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാളും ചെറിയ ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നു. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ.
ദെൻ അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. 4 മാർക്കിന് നമ്മൾ ചോദിക്കാറുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അടുത്തത് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ സർക്കുലർ ഫ്ലോ അല്ലേ. ഈ ഡയഗ്രാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ ഫ്ലോയും എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ബി ഫേമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും. ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്ന ഈ സി എന്താണ്? ഫാക്ടർ സർവീസസ് ആണ്. ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നത് ഫാക്ടർ പേയ്മെൻറ്റ് ആണ്. ഇതെന്തായാലും ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ എഴുതേണ്ട പോയിന്റുകൾ നമുക്കറിയാം അല്ലേ. നമുക്കതൊരു സ്റ്റോറി പോലെ നമ്മൾ പഠിച്ചതാണ്. 1920s റോറിംഗ് 20s ആണ്. ഭയങ്കരമായിട്ട് എക്കണോമി നല്ല ഭൂമിയിൽ നിൽക്കുമായിരുന്നു. പിന്നെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം അന്നേരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷായി, ബാങ്ക് ക്രാഷായി, ഔട്ട്പുട്ട് കുറഞ്ഞു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രസകരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ 50 മാർക്കാണ് കുറച്ച് സമയം കൊണ്ട് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കൂടുതൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അത് ഇന്ന് വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ട്. ആ ലൈവിനകത്ത് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.